കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള അവസാനവട്ട ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളോട് സംസാരിച്ച രാഹുൽ ഗാന്ധി തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. നാളെ രാവിലെ അടിയന്തര യോഗം പാണക്കാട്. മുസ്ലിം ലീഗ് നേതൃയോഗം നാളെ പാണക്കാട് രാവിലെ 10 മണിക്കാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതൃത്വം കടുത്ത അതൃപ്തിയിൽ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം. ജനവിധിയെ അപഹസിക്കരുതെന്ന് വിമർശനം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലി, ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശ്വാസ്യമല്ലെന്നും വിമർശനം. SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് വെള്ളാപ്പള്ളി നടേശനെ ആദരിച്ചതെന്ന് ജി സുധാകരൻ. വെള്ളാപ്പള്ളി നടേശൻ ചുമ്മാ കയറിയ പദവിയിൽ എത്തിയതല്ല, മലപ്പുറത്തെ അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ജി സുധാകരൻ. നീറ്റ് പരീക്ഷ റദ്ദാക്കി നടപടി. ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് പുതുക്കിയ പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കും. റദ്ദാക്കിയത് വിശ്വാസ്യത സംരക്ഷിക്കാനെന്ന് NTA. ക്രമക്കേടിൽ കേസെടുത്ത് CBI. ചോദ്യപേപ്പർ ചോർച്ച സംഘടിത അഴിമതിയെന്നും മോദിയുടെ അമൃത കാലം വിഷക്കാലമായെന്നും രാഹുൽ ഗാന്ധി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം AG's ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AG's ഓഫീസിന്റെ ഗേറ്റ് തകർത്ത പ്രവർത്തകർ ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കവേ പോലീസ് ലാത്തിവീശി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് AIADMKയിലെ 24 MLA മാർ. TTV ദിനകരന്റെ പാർട്ടിയിലെ ഏക MLA S കാമരാജും TVKയെ പിന്തുണയ്ക്കുമെന്ന് നിയമസഭയിൽ. TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 145ആയി. TVK സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. M രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജോത്സ്യനായ റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി നിയമിച്ചു. റിക്കി രാധനാണ് വിജയ് അധികാരത്തിൽ വരുമെന്ന് 1 വർഷം മുൻപ് പ്രവചിച്ചത്. അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഹിമന്ത ബിശ്വ ശർമ്മ. ഗുവാഹത്തിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി അടക്കമുള്ള പ്രമുഖർ. ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തുടർച്ചയായി 2ാം തവണ.